ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ നമ്മളെ ഇന്റർവ്യൂ ഉണ്ടായിന്. അപ്പം ഇന്നലെ ഇന്റർവ്യൂ നടക്കുന്നതിന്റെ ഇടയിൽ കാറ്റും മഴയൊക്കെ നല്ല രീതിക്ക് പെയ്തു. അപ്പൊ എന്ത് ചെയ്തു, നമ്മളെ പെരന്റെ മുകളിൽ കൂടെ ഒരു വായ ഉണ്ടായി, നമ്മളെ മുറ്റത്ത് ഉണ്ടാക്കിയ ഒരു വായ ഉണ്ടായിന്. അപ്പൊ ഉമ്മ വെച്ച വായ ഉമ്മക്ക് പണി തന്നു. ഉമ്മ വായ കൊണ്ട് കൊയിഞ്ഞാടി പെരന്റെ മുകളിൽ കൂടെ. അപ്പൊ നമ്മൾ ആ വായ എടുത്തുനിന്ന് ഒഴിവാക്കണം, വെട്ടിമുറിച്ച് ഒഴിവാക്കണം. പിന്നത്തെ ഒരു ഇതും കൂടി ഉണ്ട്. അതായത് ഇമ്മ ഇപ്പൊ കിടക്കണ റൂമുണ്ടല്ലോ, അതിന്റെ അവസ്ഥ ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇങ്ങനെയാണ് അതിന്റെ ഓടൊക്കെ കിടക്കണത്. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല, കാരണം അത് മാറ്റണമെന്നുണ്ടെങ്കിൽ കമ്പിയൊക്കെ ഇടേണ്ടി വരും. കമ്പി ഇടേണ്ടി വരും, കാരണം ഹൗക്കോലൊക്കെ ഇതാക്കി കമ്പി ആക്കേണ്ടി വരും. ഇപ്പൊ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ, ഉമ്മാക്ക് ഇപ്പൊ അതിന്റെ ഉള്ളിൽ കിടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. കാരണം ഭയങ്കര ചൂടാണ് ഉള്ളില്. അതിന്റെ ഉള്ളില് നമ്മൾ ഷീറ്റൊക്കെ വിരിച്ചിരുന്നത്. അപ്പൊ ഞങ്ങൾ കാണിച്ചു തരാം. കാരണം ഇതിന്റെ ഉള്ളിൽ ഇപ്പോ ഇങ്ങനെയാണ് വരുന്നത്. ഇത് ഞങ്ങൾ ചൂടാവാതെക്കാനും പിന്നെ പൊടിയും സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് ചാടാക്കാൻ വേണ്ടിയിട്ട് വെച്ചാണ് കേട്ടോ. എന്നിട്ട് ഉമ്മ ഇപ്പൊ എന്ത് ചെയ്ത് നോക്കാനാ ഇപ്പൊ ഉമ്മ പറയണത്? ഇട്ട് നോക്കാം. ഉമ്മമ്മയാണ് പറഞ്ഞത്. ഇതിന്റെ ഐഡിയ ഉമ്മമ്മയാണ്. നമുക്ക് എന്തായാലും ഉമ്മമ്മയോട് ചോദിച്ചു നോക്കാം. ഇതിന്റെ ഫുള്ള് ബ്രെയിൻ ഉമ്മമ്മയാണ്, മാസ്റ്റർ ബ്രെയിൻ ഉമ്മമ്മയാണ്. ഉമ്മമാക്ക് എന്താണ് പറയാനുള്ളത്? നമ്മളിങ്ങനെ ഓല അതിന്റെ മുകളിൽ കൂടെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചൂട് മാറും തോന്നുന്നുണ്ടോ? ചൂട് മാറും തോന്നുന്നല്ലേ? ചൂട് മാറും. ബട്ടുവൈ അത് പറഞ്ഞു കൊടുക്കി. കാരണം വെച്ചാൽ ഓടിന്റെ ഉള്ളിൽ കൂടെ ചൂട് കിട്ടല്ലേ, ഓടിന്റെ ചൂട് കിട്ടല്ലേ. അപ്പൊ ആ വലക്കും ചൂടാണ്. അപ്പൊ അതിന്റെ മുകളിലല്ലേ, വലന്റെ മുകളിൽ അല്ലേ ഇത് കിടക്കണ, വല അടിയിലും അല്ലേ. അപ്പൊ ഓടുമ്പോ കിട്ടുന്ന ചൂട് ഓലമ്മ വരും. അപ്പൊ അടിയിട്ട് പറഞ്ഞിട്ട് എന്തൊക്കെയാ കാര്യം ഉണ്ട് കേട്ടോ. കാരണം പണ്ടൊക്കെ ഓലപ്പരിയില് പണ്ടൊന്നും ചൂടുണ്ടാവില്ല. പണ്ടൊക്കെ ഓലപ്പരയല്ലേ, അന്ന് ചൂട് കുറവാണ്. ഇപ്പഴല്ലേ ഓടും വാർപ്പ് പോയത്, അപ്പൊ ചൂടാണ്. ആണോ? അതെ. അപ്പൊ ഉമ്മമാന്റെ എന്തിനു വേണ്ടി മുടങ്ങി വെച്ചാണ് ഉമ്മ? ഞാൻ വെറുതെ തേങ്ങട്ടപ്പോ 3-4 ഓല വെച്ചു. അപ്പൊ ഞാൻ മുടങ്ങി എന്തെങ്കിലും ആവശ്യത്തിന് എടുക്കാൻ വേണ്ടി. ഇതിപ്പോ നമുക്ക് ആവശ്യമായി, ഇത് നമുക്ക് എന്റെ ഉള്ളിൽ ഇട്ട് നോക്കാം. അതെ, ഇതിപ്പോ എന്തായാലും ഇപ്പൊ ഉപകാരമുള്ള കിടക്കാണ്. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്, പെരെന്തായാലും ആകെ തീരുമാനമായി കിടക്കുക. അപ്പൊ ചൂടെടുക്കേണ്ടതാണ് ഉമ്മാക്ക്. അപ്പൊ നമ്മള് ഉമ്മാന്റെ റൂമില് ആ മുള അതിന്റെ മുകളിൽ ഫാൻ ഇട്ട് കഴിഞ്ഞാലും ചൂട് കാറ്റാണ് വരുന്നത്. കാരണം ഡയറക്റ്റ് ഇവിടെ മരങ്ങളുണ്ടല്ലോ, ഇവിടെ മരങ്ങൾ ഉണ്ടായിന്. മരങ്ങളുടെ കാര്യങ്ങളോട് പറഞ്ഞാലോ ഒക്കെ വെട്ടിമുറിച്ച് ഒഴിവാക്കിയിരിക്കണ ഉമ്മയും മമ്മിയും. ഞാൻ പറഞ്ഞ ഇപ്പൊ നിങ്ങൾ ഇന്ന് ഒരു ഒന്നും ഉണ്ടല്ലേ. ഇപ്പൊ ഈ ഈ കാണി പേരല്ലേ, ഇതിന്റെ മോൾ ഭാഗത്ത് നോക്കി ഒറ്റൊരു മരങ്ങളുള്ളല്ലേ. മറ്റേ അവിടെ വലിയൊരു മാങ്ങമുച്ചിട്ടുണ്ട്, അത് ഇതിന്റെ മോൾ കൂടെ ഇങ്ങനെ നല്ല വിശാലായിട്ട് കിടക്കണേ. ഇവിടുന്ന് കല്ലെടുക്കും, എന്നിട്ട് മാങ്ങമുച്ചി അവിടേക്കാണ്, എന്നിട്ട് ഇവിടുന്ന് എറിയും. കാരണം അമ്മാതിരി താണല്ലാണ് ഞാൻ ആ മാങ്ങമുച്ചിക്ക്. നല്ല വെട്ടിയുറച്ച് ഒഴിവാക്കിയാണ്. ഏത് മാങ്ങ വെച്ച് ഉമ്മക്ക് പറയും കൂടില്ല. ഉമ്മ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിക്കണോ എവിടെല്ലേ? എന്തായാലും പൂവാനുള്ള മരം പോയി. അതെ, നമ്മളിനി ബാക്കി കാര്യങ്ങൾ നോക്കാം. ഇനിയിപ്പോ ഈ ചൂടിനെ പരിഹരിക്കാൻ എന്താ എടാ ആ കൗക്കോലിന്റെ അവസ്ഥ പോയി. അവിടെ കാക ഒടിഞ്ഞു തോന്നിക്കണ്. ഇന്നലത്തെ നമ്മക്ക് വലിയ കാറ്റിട്ടില്ലേ ഇന്നലെ, പക്ഷെ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ നല്ല കാറ്റും മഴയാണ്. നമുക്ക് കുറവാക്കിയില്ല. നമ്മക്ക് കാറ്റ് കിട്ടിയില്ല. ആകെ ആ ഒരു വായ പോയി, ആകെ പെരക്കാരാട്ടില്ല. ഒരു വായ നല്ല ഉണ്ടായിരുന്നുള്ളൂ, അത് പോയി. ഇവനൊക്കെ വെറുതെയാണ്. പരിപാടി തുടങ്ങിയ മമ്മ പേരി നോക്കി കുത്തിരി പണി ഇടിക്കും. മമ്മ നൈസായിട്ട് മാറിക്കാണ്. സാധനം കിട്ടി. മെല്ലുമല്ല ഓടുമണിക്ക് പോവാ. ഏതാ പൊടുത്തൊക്കെ നോക്കിയാ എന്തിനാണ് പണ്ട് പരിപാടി? ചടങ്ങുള്ള പരിപാടിയാണ്, അതിന്റെ ഉള്ളിൽ കൊണ്ടുപോണ പരിപാടി. മമ്മ നൈസായിട്ട് അവിടെ ഇരുന്നു. ഇതാണ് ഉമ്മാന്റെ റൂം. ഇതല്ലടാ, ഇതിന്റെ മുകളിലല്ലേ ഇടണേ? ആ ഷീറ്റിന്റെ മുകളില്, ഈ ഷീറ്റിന്റെ മുകളിലാണ് നമ്മൾ ഇടാൻ പോണത്. ഇതെന്തിനിട്ട് വെച്ച് കഴിഞ്ഞാല് മാറാനും മറ്റേ അന്ന് പുയ്യിന്റെ സീസണാണ്, മറ്റേ തൊപ്പ പുയ്യന്റെ സീസണാണ്. അപ്പൊ പുയ്യ് ചാടാക്കാൻ വേണ്ടിട്ടാണ് ഈ സാധനം ഇട്ടീനി. ഇപ്പൊ ആകെ വേനലായപ്പോ ആകെ സീനായി. അമ്മയും മമ്മി വന്നാണ് ഇങ്ങോട്ട് വന്ന. എന്താ വരാത്തെ? ഒളിച്ചു കുത്തിരിക്ക എമ്മടെ എമ്മടെ അടക്കി ഉഡായിപ്പ് അടി കുത്തിരിക്കാണ് രണ്ടാളൂടെയാണ്. നീ എടുത്തരായിട്ടില്ല, ഞാൻ ഒന്ന് കേറി സെറ്റ് ആവട്ടെ. അടക്കി മാമ എന്താ അവസ്ഥ അതിന് മുകളില്? അതിന് മുകളിലോ? എങ്ങനെയൊക്കെ ഉദ്ദേശിച്ചത്? തൂങ്ങിന് ഒരു ഇവിടുന്ന് ഒരു മരക്കാശിനടുത്തുകാട് ഈ മുലക്കും കുത്തുക, ആ മുലക്കും കുത്തുക. അപ്പൊ ഇങ്ങനെ നേരക്ക് അത് മറ്റല്ല, ഇവ ഓൾറെഡി പൂച്ചാള് കേറിട്ട് ഒരു കോലയക്കണത്. എടാ ആദ്യം വെക്ക്, പിന്നെ നമുക്ക് ഇതാക്കാം. അല്ലെങ്കിൽ അങ്ങോട്ട് വലിച്ചാണ് കെട്ടിയാ മതി.
ആകെ വൈക്കോലുംബര ഇപ്പൊ ഇതിന്റെ ഉള്ളിൽ അവിടെ നിന്നിട്ട് ഇജിപ്പ ഇട്ടില്ലേ അതിന്റെ മണ്ടക്കൊരു കുത്തു കൊടുക്ക അപ്പൊ അങ്ങനെ നീങ്ങി പോയിക്കോളൂ. ആരാ മണ്ട കുത്താനി അന്റെ എന്റെ ഇതിന്റെ ഉള്ളിൽ എന്താ പരിപാടി നടക്കാൻ വേണ്ടിട്ട് കാണാൻ കുറച്ച് കാണികളൊക്കെ വന്നു കേട്ടോ. എന്താടാ എന്താ സംഭവം എന്താ അറിയാം എനിക്ക് മറ്റവിടെ മോള് കയറിന്നിട്ട് ആകെ അന്തം പൊട്ടിക്കുന്നു. എന്താ റൂം കാട്ടണില്ലമ്മ? റൂമാണേ. ഇതാണിപ്പോ ഇതിന്റെ മേളത്തെ അവസ്ഥ എന്ന് പറയണത്. ഇതുകൊണ്ട് ചൂടുണ്ടാവില്ലാന്ന് നമ്മള് കരുതുന്നേ. ഗൈസ് ഓനെ ഇതിന്റെ മുകളിൽ എന്തോ കണ്ടുകണ പറഞ്ഞു. എന്താ പാമ്പിന്റെ തൊല്ലിയാണ്. പാമ്പിന്റെ തൊല്ലിയോ? ഏതോ ചോരിപ്പാമ്പാണ് തോന്നുന്നുണ്ട് കേട്ടോ. ചോരിപ്പാമ്പിന്റെ തൊലിയാണ്. കുറെ കാലായി തോന്നുന്നുണ്ട്. ബാക്കി അവിടെ ഉണ്ട്. എന്തായാലും ചത്താണോ? ഈ ചൂടത്തൊന്നും പാമ്പ് നിക്കൂല. എങ്ങനെയുണ്ട് റൂം? എങ്ങനെയുണ്ട് ഇപ്പൊ? അടിപൊളി തണുപ്പടോ. ആകെ കുറച്ച് ഇരുണ്ടപ്പോ. അത് ഞാൻ ആ ജനല് മറച്ചതാ. നല്ല തണുപ്പുണ്ട് കേട്ടോ. കുറച്ച് തണുപ്പുണ്ട് ഇപ്പൊ. ചൂടുമുഖല്ലാതെ തണുപ്പ. അതെ ഇനിയിപ്പോ രാത്രി എന്താ അവസ്ഥ ആവല്ലേ? ഇനിയിപ്പോ ഒരു മൈമാട പെയ്ത് കഴിഞ്ഞാൽ സെറ്റായി. അപ്പൊ നല്ല തണുപ്പായിക്കാരം. നല്ല തണുപ്പുണ്ട്. ഇതാണ് നമ്മളെ പാമ്പിന്റെ തൊലി. മമ്മ പാമ്പിന്റെ തൊലി. ഇതാ അതിന്റെ മുകളിലേ മന റൂമിന്. അടുത്തോ അടുത്ത് വായ കാണിച്ചു തരാതാണ്. നമ്മളെ റൂമിന്റെ ഉള്ളത്തെ പരിപാടി കഴിഞ്ഞു. റൂം സെറ്റാക്കി ഓൻ കേറിയാണ്ട് സെറ്റാക്കി വെച്ചിക്കണ്. ഞങ്ങളെ വായന്റെ അവസ്ഥ ഞാൻ കാട്ടിത്തരാം. വായ എന്ന് പറഞ്ഞ ഇന്നലത്തെ കാട്ടിലും മയത്തും പൊളിഞ്ഞാടിയാണ്. ഭാഗ്യത്തിന് ഈ വായ മാത്രം പൊളിഞ്ഞായിട്ടുള്ളൂ. അതെ അതിന്റെ ഒരു വായ കൂണ കഴിഞ്ഞാൽ ഓട് പൊട്ടേണ്ടി കേട്ടോ. പൊട്ടിയിട്ടില്ല, വെല്ലാണ്ട് ചാഞ്ഞിട്ടുള്ളൂ. അതിന്റെ അടിക്കാനെ നോക്കി മണ്ണില്ല. വെറുതെ കരയത്താണ് ഉണ്ടായി കളിച്ചത്. മണ്ണില്ലാതെ അതൊക്കെ അമ്മമാരെ പറഞ്ഞാൽ മതി. ആണോ? അപ്പൊ അമ്മാനെ പറഞ്ഞാ മതി. വായ പറ്റുന്ന രീതിയൊന്നുമില്ലല്ലോ. ഇവിടെ എന്താ പറയാ, ഇവിടെ ഫുള്ള് അയലാണ്. ഏത് നോക്കിയാ ഫുള്ള് അയല്. ഫുള്ള് അയലെന്ന് പറയുമ്പോ കറണ്ടിന്റെ വള്ളി കേട്ടോ. അതെ, കേബിൾ വള്ളിയാണ് നമ്മളെ അയല്. പണ്ട് നമ്മൾ ഒഴിവാക്കിണ്ടല്ലേ, പിന്നെ നമ്മള് ഡിഷ് ആക്കില്ലേ. വെട്ടിക്കോട്ടെ, വെട്ടണേ, നേരെ വെട്ടണേ. ഉമ്മ അവിടുന്ന് മാറി നോളി, മോട്ടന്റെ വെട്ടണേ. വായാണ്, മരുന്നല്ല. എത്തപ്പോ കാട്ടണേ. ഉമ്മ മാറി നെട്ടലിട്ടുന്നോ? സെറ്റ് പേർക്കൊന്നും പറ്റിയില്ല. ഇമ്മ നട്ട വായ ചതിച്ചു. 2 വായകളും. എങ്ങനെ ആ ഈ വായ വെട്ടാല്ലേ? മൂണ്ടാളെ അതിനൊരു കുത്തൊടുത്താ മതി. കുത്തൊക്കെ നമുക്ക് ഉണ്ടാക്കാം. എന്താ സുഖല്ലേ? വെറുതെ ഈ തണല് ഒഴിവാക്കാനാണ് പറയണേ. നമുക്ക് ഊണുണ്ടാവും ബൈക്ക് എടുക്കല്ലേ എല്ലാം സദ്യ ഉണ്ടാക്കുമ്പോ. പെരുന്നാൾക്കല്ലേ? പെരുന്നാൾക്ക് സാധാരണ ബിരിയാണി ഒക്കെ അല്ലേ, നമുക്ക് സദ്യ ഒക്കെ അല്ലേ ഇപ്രാവശ്യം വെറൈറ്റി ആക്കാം. മണ്ണ് സാധനമായി കോഴിക്കളി എനിക്കാണ്ട് നീക്കിട്ട അതെ അതിന്റെ അടി. മണ്ണില്ല മണ്ണ് കോഴിക്കളി എടുക്കാണ്ടേ തന്നെ പാറയാണ്, മണ്ണില്ല. ഇനിയിപ്പോ കോഴിക്കുറ്റല്ലേ? 5 സെന്റ് പാറ. 5 സെന്റ് പാറയാണ് കഴിച്ചൂടെ. സാഗണ്ടതിനെ തണലാണ് ഈ വായ. അതും പോയി. 1 കഴിഞ്ഞിട്ടുള്ളൂ. ഇനിയുണ്ട് ബാക്കി 3 കൂടി. അതാണിപ്പോ നിലവിലില്ല തണല് എന്ന് പറയുന്നത്. മറ്റേ വലിയ മരങ്ങളൊക്കെ മുറിച്ച് ഒഴിവാക്കിയതിന്റെ പേര്. എന്താണടാ ആ വയമുഖം? അതും കൂടി കഴിഞ്ഞാണല്ലേ ഗ്യാരണ്ടി. അതിന്റെയൊക്കെ ഗ്യാരണ്ടി കഴിഞ്ഞാണ്. ഞാനൊരു സാധനം കാട്ടിത്തരട്ടോ. എന്താ അവസ്ഥ? വെയിലിന്റെ ചൂടുകൊണ്ടേ ഷീറ്റിന്റെ മുകളിലൊക്കെ കണ്ടോ? എന്തല്ലേ കരിഞ്ഞിട്ട് ആകെ ഇതായിക്കണ്.
നമ്മളെ പണിയൊക്കെ കഴിഞ്ഞു ഗൈസ്. ഇന്നലെ നമ്മളെ ഇന്റർവ്യൂ ആയിരുന്നു. ഇന്റർവ്യൂ നമ്മളത് കഴിഞ്ഞു. എങ്ങനെ ഉണ്ടായിരുന്നു മമ്മ നമ്മളെ ഇന്റർവ്യൂ? എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ഇന്റർവ്യൂ അല്ലേ? അത്രക്കൊന്നുമില്ല. അതെ, നമ്മൾ ആദ്യം വന്നപ്പോ കുറച്ച് പറച്ചില്ലേ, പിന്നെ ഒന്നുമില്ല, നമ്മളെ കുടുംബകാര്യങ്ങള്. അത്രക്കൊന്നുമില്ല, സിമ്പിൾ പരിപാടി ഗൈസ്. ഇന്റർവ്യൂവിന്റെ വീഡിയോ വരും. ഇന്റർവ്യൂവിന്റെ വീഡിയോ നമ്മൾ വെയിറ്റിംഗിലാണ്. കാരണം എഡിറ്റിംഗ് പരിപാടിയൊക്കെ കഴിഞ്ഞാണ്. പക്ഷെ മറ്റോളത് കഴിഞ്ഞിട്ട് ഓല് പബ്ലിഷ് ചെയ്തതിന് ശേഷം നമുക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു തോല് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് നമ്മൾ വെയിറ്റിംഗിലാണ്. സെറ്റ് അല്ലേ പരിപാടി? സെറ്റല്ലേ? ഇന്റർവ്യൂ സെറ്റല്ലേ? അല്ല മാമ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇതിപ്പോ ഓടുമ്പരല്ലേ, അപ്പൊ എന്തുകൊണ്ടാണ് മാമ ഓലപ്പരക്കാണ്? പൊന്നേരമാണ് ഓലപ്പരേ. പണ്ട് പറഞ്ഞ ഓലപ്പരന്ന് ഓടൊന്നും ആയിരിക്കും, വലിയ പണക്കാർക്കുള്ള ഓടിട്ട പേര്, പിന്നെ കല്ലുകൊണ്ടുള്ള പേര, സിമെന്റ് തേച്ച ഒക്കെ. പിന്നെ അല്ലാതെ നമ്മൾ പാവങ്ങൾക്ക് ഓടിട്ട പേര് ഉച്ചക്ക് ചോറൊന്നുമില്ല. അന്ന് ഉച്ചക്ക് നമുക്ക് കഞ്ഞിയാണ് ഈ കാരം. എന്ന് നോക്കിയാലും കഞ്ഞി, ചായക്ക് കടി ഉണ്ടാവില്ല. നമ്മള് പാവങ്ങള് കഞ്ഞി കുടിച്ചുണ്ടാക്കിയ ബോഡിയൊക്കെ അല്ലത്. അതല്ല നമ്മളല്ല, നമ്മള് മാത്രല്ല ഈ പാവങ്ങള് സാധുക്കളൊക്കെ അങ്ങനെ തന്നെ. പണക്കാർക്കുള്ളൂ നല്ല പേരയും കുടിയൊക്കെ, പാവങ്ങൾക്ക് ഉണ്ടാവില്ല. നമ്മള് നേരം കൊടുത്താൽ ഒരു പണിക്ക് പോകും. ഓര് വൈകുന്നേരം ആകുമ്പോ എന്തെങ്കിലും തരുന്നത് വെച്ച് നമ്മള് പിന്നെ പോയി പീടി പോയി സാധനം വാങ്ങിക്കൊണ്ടും വെച്ചൊന്നും പിറ്റേന്നും പോകും. അപ്പൊ നമുക്ക് ഓലപ്പരക്ക് തന്നെ വച്ചില്ല. പിന്നെ വൈക്കോലും ഓലയും അതും ഇതൊക്കെ ആയിട്ട് അങ്ങനെ വയക്കാരം കഴിച്ചു കൂട്ടുകയാണ്. അന്നത്തെ കൂലി എത്രയാണ് ഇപ്പൊ? കുറച്ച് തന്നെ അന്നത്തെ കൂലിയാണ്. അന്ന് പൈസ അല്ലല്ലോ, ഉറുപ്പിയല്ലേ. പിന്നെ ആസാമൊന്നും ഇവിടത്തൊക്കെ പണിക്ക് വയ്ക്കുന്നത് 50 പൈസക്ക്. 50 പൈസ പിന്നെ 12 അണ, 12 അണക്ക് അല്ല, ഈ 8 അണക്കൊക്കെ എന്തൊക്കെ സാധനം നമുക്ക് വാങ്ങാൻ എല്ലാ കിട്ടും? സാധനം വാങ്ങാം. ആണോ? അരി, സാധനം, പൂട്ട്, കൽപ്പൂരൊക്കെ വാങ്ങാം. എന്തല്ലേ? അങ്ങനെ തേങ്ങാമുറി വന്ന് പീടികയില് തേങ്ങ, ഒരു മുറി തേങ്ങ വാങ്ങും, വെളിച്ചെണ്ണ വാങ്ങും, മണ്ണെണ്ണ. പീടികക്ക് പോകുമ്പോ 2 കുപ്പി ഉണ്ടാവും, എണ്ണക്കും വെളിച്ചെണ്ണക്കും അരിയും സാധനമൊക്കെ പാടെ. അതിൽ ഞാനിടാ ഒരു കുറി അരി സാധനമൊക്കെ വാങ്ങിയാണ് പോരുകയാണ്. കാറ്റുമായൊക്കെ പിന്നെ മണ്ടി പോരുകയാണ്. മണ്ണെണ്ണ കുപ്പി 2 കൂട്ടണം. ഇപ്പോഴത്തെ ആർക്ക് പ്ലാസ്റ്റിക്കിന്റെ കുപ്പി ഒന്നും അന്നില്ല. ഈ ഒടിയണ കുപ്പി, എന്നിട്ട് ഒരു ചാക്ക് നൂലുകൊണ്ട് ഒരു കയറും കിട്ടും. ഈ വെളിച്ചെണ്ണ കുപ്പിയും പിന്നെ ഇതും തൂക്കി പിടിച്ചാണ് ഇങ്ങനെ പോകുന്നത്. 2 മണി കിടികിടി അറിഞ്ഞത് മണ്ണെണ്ണയെ പൊട്ടി. ചെന്നപ്പോ മണ്ണെണ്ണ നല്ലത് കൊണ്ടുപോയിട്ടാണ് കത്തിച്ചാൻ. ഇപ്പൊ തല്ലൂല, അമ്മ തല്ലു. എന്നിട്ട് എന്താ ഇപ്പാടുണ്ടായിരുന്നു തല്ലിട്ടില്ല. ഇപ്പാണ് സാരല്ല, പിന്നെ തിജ്ജ മുട്ടിയിട്ട് കണ്ട് പിന്നെ വെളിച്ചം കണ്ട് തിന്നാ മതിയാകും. എന്തല്ലേ പണ്ട് ഇതേപോലെ കാറ്റുമഴയൊക്കെ ഉണ്ടാവലുണ്ടോ? അല്ലോ, ഉച്ചൊക്കെ പൊടി അടിച്ചിട്ട് കാറ്റുമായി ഉച്ച കഴിഞ്ഞാൽ തിലാമാസത്തിൽ ഉച്ച കഴിഞ്ഞാല്, പിന്നെ ഇപ്പോഴും ഉണ്ടല്ലോ തിലാമാസം കാറ്റുമായൊക്കെ. ഉച്ചൊക്കെ പൊടി അടിച്ചാൽ ഉച്ച കഴിഞ്ഞാൽ ഞാൻ പിടിക്കൂല. കാറ്റുമായാണ്. പീടി പോയാ പച്ചല്ലേ, ഒരു പീടിക്ക് ചീട്ട് തരും. ആ ചീട്ടിന് പീടി ചെന്നാൽ ഈ ചെറുക്കന്മാര് ഇങ്ങനെ ഇട്ടുകൊണ്ട് ആർക്കും എല്ലാ വേനൂർക്കൊക്കെ കൊടുക്കും, ഇച്ചു തരൂല. അങ്ങനെ നിർത്തി നിക്ക് പറ്റല്ലേ. അതായത് പറ്റെന്ന് പറഞ്ഞാൽ കടം ഒരു വേറെ കാണലാക്കിയല്ലേ കൊടുക്കുള്ളൂ. കായ്ക്കാർക്ക് കൊടുക്കും. നിൽക്കുകയാണ് അങ്ങനെ ചോദിച്ചിട്ട് വരിയിലെന്ന് വെച്ചാൽ തല്ലും കിട്ടും. ഞാൻ വന്നിട്ടാണ് ഇത് വെക്കാൻ. ഇവിടെ കുട്ടികളെ എവിടെയെങ്കിലും ആക്കിയിട്ട് പോകുക. അമ്മ വരുമ്പോക്ക് പീടിയിലും വരണം. എന്നിട്ട് മണ്ടാണ് അമ്മ വരുമ്പോക്ക് പണി കഴിഞ്ഞ് വരും. ഉച്ചേരൻ്റെ പീടിക്ക് പോവുക. എന്നിട്ട് വണ്ടി വരുമ്പോ ഇത് മണ്ണെണ്ണ കുപ്പി എന്ത് 2 കൂടി ഒപ്പം നോക്കി പിടിച്ച് മറ്റേൽ വെച്ചാല് മണ്ണെണ്ണ അരിയിലാവൂലേ. അരി ചായപ്പൊടി ചക്കരപ്പൊടി ഒക്കെ ഒന്നിച്ചല്ലേ. ഒരു ദിവസമില്ല സാധനം വാങ്ങുള്ളൂ. അതിന്റെ കാര്യമുള്ളേ. ഇന്ന് പണിക്കുപോയ എന്നിട്ട് ഇന്ന് പീടിക്കില്ല ചീട്ട് തരും ആരേലും, അല്ലെങ്കിൽ അതിന്റെ കായ് തരും. അല്ലെങ്കിൽ നെല്ലാണെങ്കിൽ കയറാൻ നെല്ല് കൊണ്ട് വിറ്റ് കാണാൻ അരി സാധനം വാങ്ങാൻ. പണ്ടത്തെ ഉമ്മാരുടെ ടൈമിലൊക്കെ മറ്റേ എക്സ്ചേഞ്ചിന്റെ പരിപാടിയൊക്കെ അല്ലേ? എക്സ്ചേഞ്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനം കൊടുത്ത ഒരു സാധനം വാങ്ങുക. അങ്ങനല്ല, ഇപ്പൊ ഉമ്മമാരുടെ അടുത്ത് ഇപ്പൊ ഒരു ചക്ക ഉണ്ട് വിചാരിച്ചോ, ചക്ക കൊടുത്തിട്ട് വേറെ സാധനം വാങ്ങാം, അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഇപ്പോഴത്തെ പോലെ തേങ്ങ വായ്ക്കലൊക്കെ വെക്കണില്ല. അങ്ങനെയൊക്കെ ഉണ്ടാവും. അല്ല പൈസ, അതൊക്കെ പൈസ ഇല്ലാത്ത ടൈമാണ്. അങ്ങനെ പൈസ ഇല്ലാത്ത ടൈമില്, അതായത് ഒരു സാധനം കൊടുത്തൊരു സാധനം വാങ്ങുക. അതേ കാര്യം അന്നത്തെ കാലം ഒന്ന് കൊടുത്തിട്ട് ഒന്ന് എടുത്തിട്ടൊന്നും പകരത്തിന്. ഇപ്പൊ ഇപ്പത്തെ കാലാണോ അതോ പണ്ടത്തെ കാലാണോ രസം? പണ്ടത്തെ കാലം എന്താടാ, നേരം വെളുക്കാത്ത കാലം, തുണിക്ക് മറുപണി ഇല്ലാതെ ജീവിക്കണം. അതിലൊക്കെ എത്രേ വെച്ചല്ല. ഇപ്പൊ എന്താ സുഖല്ലേ? എന്താണ് നേരം കിലോന്റെ വാർക്കൊക്കെ പണിയെടുക്കാണ്ട് ഓത്തോ എഴുത്തോ വായന. പണ്ട് അതാണ് ഈ അവസ്ഥ. പണ്ട് പറഞ്ഞാൽ എന്താ അറിയോ, പഠിച്ചാൻ പോകാൻ പറഞ്ഞേക്കാനൊന്നും പറ്റൂല. അടിമത്താണ്.
മൂത്തോല ഏരിയത്തേക്ക് കീപ്പട്ടിലെ കുട്ടികളാക്കി ഞാൻ പണിക്ക് പോകും. അങ്ങനെ വിട്ടല്ലേ ഞാന് കീപ്പട്ടിലൊക്കെ പഠിപ്പിച്ചാൻ വിട്ടു. ഞാൻ കുട്ടികളെ നോക്കാൻ നിന്നു. ഞാൻ അങ്ങനെ പണ്ടത്തെ കാലത്ത് അങ്ങനെ പ്രശ്നമുണ്ട്. അതുകൊണ്ടിപ്പം അമ്മ യൂട്യൂബർ ആയില്ലേ അല്ലേ? നാടറിയുന്നൊരു യൂട്യൂബറായി മാറി വല്യമ്മ. ഞങ്ങളിപ്പോ ഇഞ്ച പ്രായക്കാര് ഈ അക്കരകുന്നത്ത് ആമിൻതാത്ത അയച്ചാത്ത അതിലെല്ലാ താത്തമാര് അങ്ങനെ എന്നെപ്പോലെയല്ല കൊറേ ആൾക്കാര് പണക്കാരൊക്കെ പഠിച്ചാൻ പോകും. പാവങ്ങള് ഇവരൊന്നും ഇപ്പൊ പഠിച്ചാൻ പോയിട്ടില്ല. പഠിച്ചാൻ പോകാൻ ഇപ്പട്ടിലെ കുട്ടികളെ നോക്കാനും പെരിയ നെല്ലുത്താൻ പോകും. കുറച്ചൊക്കെ വലിപ്പമുള്ളവര് ഒലക്ക പൊന്നാൻ പ്രായമുള്ളവര് പെരിയത്തെ പട്ടിനെ മാറ്റാണ് കീപ്പട്ട് ഒന്നിന്റെ പിന്നാലെ ഒന്നിന് അത് താവജാണ്. ഒരു 15 കുട്ടികള്. ആണോ? പണ്ടത്തെ കാലത്ത് അങ്ങനെ ഉണ്ട്. 15 കുട്ടികളൊക്കെ നോക്കി ഉമ്മാന്റെ മക്കൾക്ക് എത്ര 8 കുട്ടികള്. 8 കുട്ടികള്. ഞാൻ മൂത്തത് എന്റെ കീപ്പട്ട് 7 അതില്ലെങ്കിൽ കുറവായിരിക്കും ഈ കുട്ടികൾ തോന്നില്ലെങ്കിൽ. ആണോ? അതൊരു കുറച്ചിലായി മാറിക്കണല്ലേ? 2 കുട്ടികള് 3 കുട്ടികള് ഒക്കെയാണ് ഇപ്പൊ. പണ്ടത്തെ കാലത്ത് 8-9 കുട്ടികള് 12 കുട്ടികളാണ് വരേറ്റത്. 12 കുട്ടികൾ 10 കുട്ടികൾ. എന്തല്ലേ ഈറ്റങ്ങൾക്ക് പഠിത്തണ്ടോ തിന്നാണ്ടോ കുടിച്ചാണ്ടോ ആരാന്റെ പഴയതോ ആരാന്റെ ചെടിയിൽ നോക്കിയിട്ടോ ആരാന്റെ അവിടെ കുറച്ചൊക്കെ 2-3 വയസ്സായ തീക്കൊള്ളി നീക്കാനോ ഒരു കിലായിലെടുത്തോണ്ടാനായ കണ്ടോന്റെ അവിടെ പോയി കോഴിക്കളാട്ട്. നമ്മക്ക് കൊറേ കഷ്ടപ്പെട്ടിരുന്നല്ലേ അപ്പൊ? ഞാനൊക്കെ കഷ്ടപ്പെട്ടിന്റെ കീപ്പിടിലെല്ലാം നോക്കാൻ ഞാൻ പിമ്മി മണിക്കോവും. പനിയേരി വന്നിട്ടുന്നാലോ ഇവിടെ ആ രസാണ് കേട്ടോ. അന്ന് മൺകുടിക്കാണേ, അലുമിനിയം കുടിക്കല്ല. അപ്പൊ വെള്ളം പിന്നെ അവിടെ പാടത്തൊരു കുയ്യുണ്ടായിരുന്നു. പൊയ്യിന്നൊക്കെ കുടിക്കണം. കഷ്ടപ്പാടാണ് ഉപ്പാക്കും മാക്കും. ഞങ്ങളൊക്കെ വളർത്തണ്ടേ. ഇവര് കണ്ടാണ് പണിക്ക് പോയി പനിയേരി വന്നിട്ട് ഇപ്പൊ വീടിൽ പോകും. ഉമ്മാക്കാണെങ്കിൽ കാറ്റുമായി വരുന്ന പേടിയാണ്. ഞങ്ങൾക്കൊക്കെ പേടിയാണ്. എന്നിട്ട് കാറ്റുമായി വരുമ്പോക്ക് ഉമ്മ വേഗം കരത്തിട്ട് വളർത്തണം. വെള്ളം വരുമ്പോക്ക് ഞാനൊക്കെ ശ്രദ്ധിച്ചാലും ഉമ്മ ഒരു കട വെള്ളം കൊണ്ടുവന്ന് ഞാൻ തുണിയൊക്കെ തിരിഞ്ഞ് തോരയിടയിൽ ഇങ്ങനെ കാറ്റത്തിട്ടാണ് വെള്ളത്തിന് തിരിച്ചും കത്തിച്ച് ഞാനും ആൾക്കാക്കിയാണ് കേട്ടോ. എടാ തുണിന്റെ ഒരറ്റം ഇങ്ങനെ കത്തി അയൽ പൊട്ടിങ്ങാണ്ട് ഒരറ്റം ഇങ്ങനെ കത്തി ഇങ്ങനെ പോകുമ്പോഴേക്ക് കത്തി ഞങ്ങൾ രണ്ടാളും നന്നാക്കി കയ്യൊട്ടിട്ടോ കത്തിട്ടോ തുണീരാ കത്തണേ കയ്യൊട്ടി. ഇമ്മ വന്നിട്ട് അങ്ങോട്ട് കരഞ്ഞടാ വെള്ളക്കാല ഇട്ടുങ്ങാണ്ട് ഉമ്മേനെ കരഞ്ഞ ഉമ്മക്ക് എടുക്കാൻ തുണിയില്ല. ഇത് ഉണങ്ങിയിട്ടാണ് ഉമ്മക്ക് പിന്നെ കുളിച്ചിട്ട് എടുക്കാൻ. ഞങ്ങൾക്ക് അറിയില്ല കെടുക്കാൻ. ഞങ്ങൾക്ക് അറിയില്ല കെടുക്കാൻ പോയാൽ ഞങ്ങള് പൊള്ളൂല്ലേ. കെടുക്കാനും ഞങ്ങൾക്ക് അറിയില്ല. അപ്പൊ ഞങ്ങക്ക് അറിഞ്ഞ പണിയാ ഞങ്ങള് കൈയൊട്ടിച്ചിർച്ച. കാരണം എന്താ അറിയോ അവസ്ഥ അറിയുമ്പോ സീനാണ്. കാരണം ആകെ 2 ഡ്രസ്സ് ഇട്ടിട്ട് ഉണ്ടാവുള്ളൂ. അതില് ഒന്നും ഉണക്കാട്ടതാണ് ഈ ബില്ല് ഇന്നലെ കത്തിച്ചു. കാറ്റിന് കത്തിയൊക്കെയല്ലേ? അതൊക്കെയാണ് പണ്ടത്തെ അവസ്ഥ. പണ്ടത്തെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിരിച്ചാനും ഉണ്ടാവും. എന്നാലോ സങ്കടാക്കിയാലും പക്ഷെ ചിരി വരും. അപ്പൊ കരയല്ലേ? അപ്പൊ അതിപ്പോ ഇപ്പൊ എന്തായി? അന്ന് ഇമ്മമാനൊന്നും ആർക്കും അറിയില്ല. ഇപ്പൊ എന്തായി? ഇപ്പൊ ഉമ്മമാനെ വല്യമ്മ ആരാ? അതെ അതാണ് നേരം കൊടുക്കാത്ത കാലാണ്. നല്ല അടി അടിച്ചല്ലേ കയ്യിലിരിപ്പോണ്ട്. സങ്കടം കൊണ്ടാണ് പോണം പെരിയിലെ പണി. എന്നിട്ട് ചിലപ്പോ വണ്ടിക്ക് വന്നിട്ട് വണ്ടി വരും. ചിലപ്പോ നെല്ലാണേക്കാൻ കൊയ്യാൻ പോയാലൊക്കെ എന്നിട്ട് ആ നെല്ല് വറുത്ത് കുത്തിയിട്ട് വേണം വണ്ടിക്ക് ഞങ്ങൾക്ക് ചോറ് വെച്ച് തരാണ്. അപ്പൊ നമുക്ക് കഷ്ടപ്പാടില്ലേ? ഞങ്ങളെയൊക്കെ വളർത്തണം, കുളിപ്പിക്കണം, തിരുമ്പണം, വെച്ചുണ്ടാക്കി തരണം, പണിക്കാനും വിട്ടാൻ പണിക്ക് വേണ്ട. കഷ്ടപ്പാടുകൊണ്ടാണ് അമ്മ അടിച്ചു പോവുകയാണ്. ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഉമ്മമാരോടുണ്ടല്ലോ വെറുതെ പറഞ്ഞാൽ നിക്കൂല. അങ്ങനെ ഓരോ പണിയെടുത്ത് ശീലമായിട്ട് അതന്നെ ഇപ്പോഴും പണിയെടുത്തോണ്ടാണ് അങ്ങനെ പണിയെടുത്തോണ്ട് നടക്കാണ്. സംഭവം ശരിയാണ്. കാരണം പറഞ്ഞിപ്പോ വീഡിയോസിലായ പോലും ഉമ്മ അടങ്ങിയിരിക്കണ കണ്ടിട്ടില്ലല്ലോ. അങ്ങനെ ഓരോരോ പണിക്ക് അങ്ങനെ പോകും. ഞങ്ങളിപ്പോ വീഡിയോ എടുക്കാൻ റീൽസ് എടുക്കണ ഷൂട്ടിംഗ് കാണുന്നുണ്ടെങ്കിൽ ഇമ്മമ്മ കണ്ണ് തെറ്റിയാ പോവും. പാത്രം എന്തെങ്കിലും അടിച്ചു വരാൻ പോവാ, അല്ലെങ്കിൽ വറ കൊടുക്കാൻ പോവാ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പണിയായിട്ട് അങ്ങനെ നടക്കും. കാരണം എന്താ പറയാ അത് ഉമ്മ ശീലിച്ചു പോയി. കാരണം ചെറുപ്പം മുതലേ ഈ പണിക്ക് പോയി അങ്ങനെ ശീലിച്ചാണ്. അങ്ങനെ എന്തേലും ഒരു ഇംഗിത പണി വേണം അമ്മക്ക്. ഒരു നേരം ഇങ്ങനെ വെറുതെ ഇങ്ങനെ നിൽക്കൂല. ശീലായി പോയില്ലേ? ഇനിയിപ്പോ എന്തിനാ അമ്മ പണിയെടുക്കണ? എന്തിനാ
വെറുതെ ഒരു വാക്ക് അതിന് കൂലിപ്പണിക്ക് പോയില്ലല്ലേ, നമ്മളെ അടുക്കളയിലത്തെ പണിയല്ലേ, അത് എന്നാലും പാത്രം കഴുകുക, അടിച്ചു തരുക, അതൊക്കെ ഇപ്പൊ നമുക്ക് വെച്ചുണ്ടാക്കി തന്നു. അപ്പൊ ഈ കാലുവേദന എങ്ങനെ പറയണില്ലേ? അപ്പൊ എന്താ അടങ്ങി ചെയ്യാൻ അതിനഞ്ച കുട്ടി വെച്ചാവത്തിരിക്കല്ലോ, പിന്നെ ചോദിച്ചിട്ടുണ്ടേ ഞങ്ങൾ അല്ലെങ്കിൽ ഞങ്ങളോ അമ്മ കുഞ്ഞാടി കിടക്കില്ലേ? അമ്മ കുഞ്ഞാടി കിടക്കുമ്പോ ഞാൻ ഈ നോൽമലി ഞാൻ വിശ്രമിച്ചാൽ നെല്ലി അപ്പോഴല്ലേ പിച്ച അരട്ടപ്പണി കിട്ടിയത്. ആണുമ്മ കാലുമ്മ കുരുണ്ടാക്കി ഇമ്മായിട്ട് പണി ഉണ്ടാക്കി എവിടെ ഉണ്ടായിനോ? പാലൊക്കെ കുത്തിരിക്കണ്ടോ ഇവിടെ? അതെ, ലിക്മെന്റ് കൊണ്ടുപോയി കൊച്ചടിച്ച് പോകുന്നു. അപ്പൊ നമ്മളെ കഥ ഒക്കെ കഴിഞ്ഞു. ചെറിയൊരു കാര്യം പറയാൻ വേണ്ടിട്ട് ഉമ്മാന്റെ അടുത്ത് ഫോൺ കൊടുത്താണ്. ഇമ്മമ്മ വലിയ കഥ ആക്കിയാണ് ഇതാക്കി. അപ്പൊ എന്തായാലും കാര്യാണല്ലേ. അപ്പൊ നമുക്ക് എന്തായാലും ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഞങ്ങളെ ഇന്റർവ്യൂവിന് വേണ്ടിട്ട് എല്ലാരും വെയിറ്റ് ചെയ്യും. സംഭവം ഒക്കെ സെറ്റായി നടക്കും അല്ലേ? 2-3 ദിവസം, മാക്സിമം 2-3 ദിവസം അതിൻ്റെ ഉള്ളിലൊക്കെ ശരിയാവും. അപ്പൊ നമുക്ക് എന്തായാലും നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബായ്. ഉമ്മ ഒരു ടാറ്റ കൊടുത്തളി. അപ്പൊ ഇതില് നല്ല കഥകളായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ അതിലെല്ലാവർക്കും ബായ് ഗൈസ്.